അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചിയായിട്ടുള്ള ഡീലിന് അശ്വിൻ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. പലതവണ സച്ചി അശ്വിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും അശ്വിൻ അതിനൊന്നും നിന്നു കൊടുക്കുന്നുണ്ടായിരിക്കില്ല. എന്നാ ശ്രുതി മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നതോ ഒന്ന് അടുത്ത് ഇടപഴകുന്നതോ ഒന്നും തന്നെ അശ്വിന് അങ്ങ് പിടിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് സച്ചിയെ തീരെ കണ്ണെടുത്താ കണ്ടുകൂടാത്തത്. എന്നാ സച്ചിയുടെ ലക്ഷ്യം എന്താ? അശ്വിനെയും ശ്രുതിയെയും ഒന്നിപ്പിക്കുക. ഇങ്ങനൊരു എഗ്രിമെന്റ് ഇതിനിടയിലുള്ളതൊക്കെ മറന്ന് അവര് നല്ല രീതിക്ക് മുന്നോട്ട് ജീവിക്കുക. ഇതാണ് ലക്ഷ്യം. അതിനായിട്ട് സച്ചി ഏത് വിധേനയും എന്തും ചെയ്യുക എന്ന് തീരുമാനിക്കുക. ശ്രുതിക്ക് എന്തായാലും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു 10 രൂപ ഉണ്ടാക്കണമെന്ന്. അതിനായിട്ട് സച്ചി പറഞ്ഞതുപോലെ ഒരു ഹോട്ടൽ തുടങ്ങുക എന്ന് തന്നെ തീരുമാനിക്കാം. ഓരോ ദിവസം ചെല്ലും തോറും അശ്വിൻ അതിന് എതിർപ്പ് കാണിച്ചോണ്ടേയിരിക്കുകയായിരിക്കും. ഇക്കാര്യം അഞ്ജലി ചേച്ചിയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു മുത്തശ്ശി, എനിക്കാണെങ്കിൽ വീട്ടിലിരുന്ന് മടുത്തു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 രൂപ സമ്പാദിച്ച് എൻ്റെ അച്ഛനെയും വീട്ടുകാരെയൊക്കെ നോക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹം. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതിൽ മുത്തശ്ശിക്കും അഞ്ജലി ചേച്ചിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അവർ ഫുൾ സപ്പോർട്ടായിരിക്കും. അതിനെന്താ മോളെ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും വീട്ടിൽ ചുമ്മാ ഇരിക്കില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് 10 രൂപ സമ്പാദിക്കും. അതുപോലെ നീയും അങ്ങനെ എന്തെങ്കിലും ഉയർന്നു കാണാൻ തന്നെയാ എനിക്കും ഇഷ്ടം. എന്നാലേ അശ്വിൻ സാർ അതിന് സമ്മതിക്കുന്നില്ല. എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ? കുഞ്ഞനാണോ അങ്ങനെ പറഞ്ഞത്? അവൻ അങ്ങനെ പറയില്ലല്ലോ. അവന് എല്ലാവരും നല്ല രീതിക്ക് മുന്നോട്ട് പോകണം തന്നെ ആഗ്രഹിക്കുക. ഈ എന്നോട് തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയോ ബിസിനസ് കാര്യത്തില് ചേച്ചി കൂടെ ഒന്ന് വരണമെന്ന്. എനിക്കതിനോടൊന്നും താല്പര്യമില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ പുറകോട്ട് നിൽക്കുന്നേ. ഞാൻ എന്തായാലും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കാം. അങ്ങനെ അഞ്ജലിയും മുത്തശ്ശിയും അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കണ്ട. അവളെ ഒരു സച്ചി എന്ന് പറയുന്ന ഡ്രൈവറുമായിട്ടാ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരുത്തനാ അവൻ. ഞങ്ങളെടുത്ത് അവൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന്? സച്ചി നല്ലൊരു മനുഷ്യനാ. ചേച്ചിയും അവളുടെ താളത്തിനൊത്ത് തുള്ളുവാണോ? ചേച്ചി അതൊന്നും വേണ്ട, എനിക്കതിന് തീരെ താല്പര്യമില്ല. ദേ കുഞ്ഞ, നീ എന്താടെ ഇങ്ങനെ? അവളുടെ ആഗ്രഹം അങ്ങനൊരു സ്ഥാപനം തുടങ്ങണമെന്ന്. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് നീയാ. നീ തന്നെ ഇങ്ങനെ നിന്നാൽ അവൾക്കത് സങ്കടമാവില്ലേ? നീ തന്നെ മുൻകൈ എടുത്തിട്ട് വേണം അതൊക്കെ ചെയ്തു കൊടുക്കാൻ. ദേ എനിക്കതിനൊന്നും താല്പര്യമില്ല. ചേച്ചി ഇനി എതിർത്തൊന്നും പറയണ്ട. കുഞ്ഞ, അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം. നിന്റെ കല്യാണം എങ്ങനെ നടന്നാലും ശ്രുതിയ നിന്റെ ഭാര്യ. ആ കുട്ടിക്കൊരു ആഗ്രഹം ഉണ്ടാവുമ്പോൾ നീ അത് സാധിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവ് അതിന് പൊറുക്കുവടാ. നീ ഒരു കാര്യം ചെയ്യ്, അവൾ വിചാരിക്കുന്ന പോലെ കാര്യം സാധിച്ചു കൊടുക്ക്. അവൾ അതിൽ ഉന്നതിയിലെത്തട്ടെ. നിന്നേക്കാൾ നല്ലൊരു ബിസിനസ്സുകാരിയാവും അവള്. അതെനിക്ക് ഉറപ്പാ. കഴിവുള്ള കുട്ടിയല്ലേടാ. നീ അവളെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കല്ലേ. ചില സമയത്ത് നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പിടിക്കുന്നില്ല. പിന്നെ ആ കുട്ടിയുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോടാ? പാവാടാ ശ്രുതി, നീ അവളുടെ ആഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അശ്വിന് മറുത്തൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ശ്രുതി അങ്ങനെ റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അശ്വിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. അശ്വിനും ഇടം കണ്ണിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക. കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്. എന്നാ തൻ്റെ സ്റ്റാൻഡേർഡ് കുറയോ, തനിക്ക് അത് മോശത്തരമായിരിക്കോ എന്നൊക്കെ കരുതി അശ്വിനൊന്നും പറയുന്നുണ്ടായിരിക്കില്ല. ഇവളെന്തെങ്കിലും എന്നോട് പറയുമോ നോക്കട്ടെ. കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതിരിക്കുന്നുണ്ട്. ശ്രുതിയുടെ കാര്യം അറിയാലോ. അശ്വിനെ കണ്ട് എന്തെങ്കിലും കൊസ്രാക്കൊള്ളി പറഞ്ഞില്ലെങ്കിലോ ചെയ്തില്ലെങ്കിലോ വല്ലാത്ത പ്രശ്നമാ. അതുകൊണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഓ, ഇന്ന് വല്ലാത്ത തിരക്കാണല്ലോ. മറ്റേത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കാറെങ്കിലും ഉണ്ട്. ഇന്നിപ്പോ കണ്ണെടുത്ത് ഒന്ന് നോക്കുന്ന പോലുമില്ല. നിന്നെ പോലെയല്ല, എനിക്ക് നല്ല ജോലി തിരക്കാ. നിന്നെ പോലെ വീട്ടിലെ ചുമ്മാ ഇരിക്കുമൊന്നും അല്ലല്ലോ ഞാൻ. ചുമ്മാ ഇരിക്കണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യട്ടെ എന്ന്. അപ്പം നിങ്ങൾക്ക് എന്താ അതിന് തീരെ താല്പര്യമില്ല? എന്താ നിങ്ങളിങ്ങനെ? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുക എന്ന്. അതിന് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അന്ന് ക്യാൻറ്റീനിലെ ചേച്ചിമാരുമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അതും നിങ്ങളായിട്ട് ഇല്ലാതാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യത്തിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഭാര്യയായിട്ടൊന്നും അംഗീകരിക്കണ്ട, ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ട് എൻ്റെ കൂടെ ഒന്ന് നിന്നൂടെ? ഇത് കേൾക്കുന്ന അശ്വിൻ പറയുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്താ? നിനക്ക് എന്നേക്കാ വലിയ
ഒരു ബിസിനസ്സുകാരി ആവണം. അതാണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കൂടെ പോരാടാനൊന്നും എനിക്ക് കഴിവില്ല. നിങ്ങളെക്കാൾ വലിയ ബിസിനസ്സുകാരി ആവണമെന്നും എനിക്ക് ഒരു ആഗ്രഹവുമില്ല. ASR എവിടെ കിടക്കുന്നു? ഈ പാവം ശ്രുതി എവിടെ കിടക്കുന്നു? അതുകൊണ്ട് അതിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തണലാവണം. എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ടല്ലോ ഓപ്പറേഷൻ്റെ സമയത്ത്. അതെല്ലാം എനിക്ക് തന്നു വീട്ടണം. അതൊക്കെ തന്നെയാ എൻ്റെ ആഗ്രഹം. അതിനായിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതിയത്. സച്ചേട്ടൻ എൻ്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞതാ. നിങ്ങൾ കാരണ ഒന്നും നടക്കാത്തത്. എപ്പോൾ നോക്കിയാലും സച്ചി സച്ചി. അവൻ്റെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. സച്ചേട്ടനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സച്ചേട്ടൻ ഒരു പാവാ. വെറുതെ സച്ചേട്ടനെ മോശമായിട്ടൊന്നും സംസാരിക്കല്ലേ. സച്ചേട്ടൻ്റെ ഭാര്യയുണ്ടല്ലോ, മതി മതി സച്ചി പുരാണം. സച്ചിയേട്ടനും സച്ചിയേട്ടൻ്റെ ഒരു ഭാര്യയും രണ്ടെണ്ണം കണക്കായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ. പാവാ സച്ചിയേട്ടൻ. എല്ലാവർക്കും എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്യുന്നതെന്നറിയോ? എന്നെ കണ്ടു അവൻ. അവൻ എന്നോട് സംസാരിച്ചപ്പോഴേ എനിക്ക് അവൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലായതാ. അതുകൊണ്ട് അവനെക്കുറിച്ച് നീ വല്ലാതൊന്നും പറയണ്ട. എന്തായാലും നിന്റെ ആഗ്രഹത്തിന് ഞാൻ കൂട്ടുനിന്നില്ല എന്നൊന്നും വേണ്ട. നീ എന്തായാലും മുത്തശ്ശിയെയും അഞ്ജല ചേച്ചിയെയും കയ്യിലെടുത്ത് എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ എന്താ? നിങ്ങളടുത്ത് വന്ന് അഞ്ജലി ചേച്ചിയോ മുത്തശ്ശിയോ സംസാരിച്ചെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നത് പറയണമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ചുമ്മാ ഇതൊന്നും പറയല്ലേ. നിനക്കറിയാലോ നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, 6 മാസ കരാറ്. എൻ്റെ ചേച്ചിയുടെ പ്രസവം കഴിയുന്നതോടുകൂടി നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോകണം. അതിന് ഞാനും ആക്കുന്നതല്ലേ. അതുവരെ തന്നെയാ എന്ന് കരുതി ആ 6 മാസം വെറുതെ കളയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. 6 മാസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണേ ജീവിക്കും. അതുവരെ നിങ്ങളുടെ ജയിലിൽ ഞാൻ കിടക്കണ്ടേ? നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കണം. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. ഇവിടെ കിടന്ന് ഞാൻ എങ്ങനെയെങ്കിലും നരകിച്ചില്ലാതാവുമെന്നാ തോന്നുന്നത്. ഇനി ഞാനായിട്ട് നിന്റെ ഭാവി നശിപ്പിച്ചു എന്നുള്ള ചീത്തപ്പേരൊന്നും വേണ്ട. നിന്റെ ആഗ്രഹം പോലെ എന്ത് വേണേ ചെയ്യ്. എന്നാലേ ആ സച്ചിയെ വല്ലാതെ നിന്റെ കാര്യത്തിൽ ഇടപെടുത്തണ്ട. അയ്യോ, അത് പറ്റില്ല. സച്ചേട്ടൻ്റെ പ്ലാനാ എല്ലാം. സച്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല വിജയം ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ടാ സച്ചേട്ടനെ ഒഴിവാക്കാൻ പറയരുത്. നീയും നിന്റെ സച്ചേട്ടനും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ASR എന്തായാലും അടിപൊളിയാ. നിങ്ങൾ സമ്മതിക്കുമെന്ന് കരുതേ ചെയ്തില്ല. ഞാൻ ആദ്യം സച്ചിയേട്ടനെ വിളിച്ച് പറയട്ടെ. അങ്ങനെ വേഗം തന്നെ ഫോൺ എടുത്ത് പോകുന്നുണ്ട്. അവളുടെ ഒരു സച്ചിയേട്ടൻ ഏത് നേരത്ത് സച്ചി സച്ചി എന്നുള്ള വിചാരം മാത്രമേ അവൾക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കുശുമ്പോട് കൂടി അശ്വിൻ പറയുന്നുണ്ട്. സച്ചി ഇത് കേൾക്കുമ്പോൾ പുതിയ പ്ലാനൊക്കെ മെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇവരെ തമ്മിലുള്ള അകൽച്ച കുറച്ച് ഇവരെ ഒന്നിക്കണം. അതിനായിട്ട് ശ്രുതിയുടെ കൂടെ തന്നെ ഈ ബിസിനസ്സിന് നിൽക്കുന്നുണ്ടായിരിക്കും. അശ്വിനേക്കാൾ വലിയൊരു ബിസിനസ്സുകാരിയാക്കണമെന്നായിരിക്കും സച്ചിയുടെ പ്ലാൻ. അങ്ങനെ സച്ചിയും ശ്രുതിയും ചേർന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. പുറത്തോട്ട് പോകുന്ന സമയത്ത് സച്ചിയും ശ്രുതിയും തമ്മിൽ സംസാരിക്കുന്നത് അശ്വിൻ കാണുന്നുണ്ട്. ഇത് കാണുന്നതോടുകൂടി അശ്വിൻ്റെ സമാധാനം പോകുന്നുണ്ട്. ശ്രുതിക്ക് അതിനിടയിൽ ഒന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. സച്ചിയോട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന കാരണം അശ്വിൻ വിളിക്കുമ്പോൾ കോള് കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ അശ്വിന് തല പെരുക്കുന്നുണ്ടായിരിക്കും. BP ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആൾ അവിടെ നിന്ന് പോകുന്നു. ഇത് തന്നെയായിരിക്കും മനസ്സിൽ. എന്തായാലും ഇങ്ങനെ വിടാൻ പറ്റില്ല. അവളെ കൂടെ കൂടുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആ സച്ചിയായിട്ട് അടുക്കും എന്ന് അശ്വിൻ കരുതുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ കൂടെ അശ്വിനിൽ നിന്ന് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ സച്ചിയുടെ സ്ഥാനത്തോട്ട് അശ്വിൻ കയറി വരിക. സച്ചി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അശ്വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ അശ്വിനും ശ്രുതിയും തമ്മിൽ ഒന്നിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള ഒരുപാട് നിമിഷങ്ങൾ ശ്രുതിക്കും അശ്വിനും കിട്ടുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ കയറി പറ്റുന്നു. അശ്വിനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് ശ്രുതിയുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും അതുപോലെ ഒരുപാട് ജോലികളിൽ സഹായിക്കുന്നതൊക്കെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതി പതിയെ പതിയെ ശ്രുതിയുടെ ബിസിനസ് ഡെവലപ്പായി വരുന്നുണ്ട്. അതിന്ന് കിട്ടുന്ന ആദ്യത്തെ ലാഭം കൊണ്ടു കൊടുക്കുന്നത് അച്ഛനായിരിക്കും. അച്ഛനും അമ്മയ്ക്കും കുറച്ച് പൈസ കൊടുത്തതിന് ശേഷം ബാക്കി അശ്വിനായിരിക്കും കൊണ്ടു കൊടുക്കുന്നുണ്ടായിരിക്കുക. അച്ഛൻ്റെ ഓപ്പറേഷന് ചെലവാക്കിയ പൈസയുടെ കുറച്ചെങ്കിലും അങ്ങനെ വീട്ടായെന്ന് കരുതി അശ്വിൻ്റെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത്. ഞാൻ നിന്നോട് അതിന് പൈസ ചോദിച്ചോ? നീ എന്തിനാ എനിക്കിത് കൊണ്ടു തന്നിരിക്കുന്നേ? അതല്ല, ഇങ്ങനെ കുറച്ചായിട്ട് 6 മാസത്തിനുള്ളിൽ ഞാൻ എല്ലാ കടവും വീട്ടിയിട്ടെ ഇവിടുന്ന് പോവും. ഇപ്പം എനിക്ക് അത്യാവശ്യം ലാഭമൊക്കെ കിട്ടുന്നുണ്ട്. ശ്രുതിയുടെ സന്തോഷം കണ്ട് അശ്വിൻ ഇങ്ങനെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം.
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.